മോള് ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരും, പക്ഷേ ആളെ കൂട്ടിക്കൊണ്ടൊന്ന് ആക്കരുത്. ഞാൻ ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരുമോ? ഞാൻ അല്പം ചീപ്പാകാൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചോ. ശരി ശരി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോ. പോടെ നീ. ഓ, എണ്ണൊന്നും വേണ്ട ബേബിച്ചായ, അതിന് തന്നേ. താങ്ക്സ്. നല്ല അടക്കോ ഒതുക്കമുള്ള പെണ്ണ്. ഇത് എന്നാ പറ്റി? അതെ, ഇതിന്റെ സ്പാർക്ക് പ്ലഗിന്റെ സുന പോയതാ. സ്പാർക്ക് പ്ലഗിന്റെ സുന. ബേബിച്ചായോ, ഈ തങ്കമണി ബേബിച്ചാനെ പറ്റി പെണ്ണല്ലോ. നീ അവളറിയോ? പിന്നെ അറിയോന്നോ? കൊള്ള, നല്ല കഥയായി. അവളറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഈ കാർഗിൽ നാരായൺ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടാളക്കാരൻ, മിലിറ്ററി ജവാൻ. അവൻ ജയിലിലല്ലേ ആ ചട്ടമ്പി? അവന്റെ പെങ്ങളെ മറ്റോ വന്നോടാ. ആ, പെങ്ങളായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതവന്റെ മുറപ്പെണ്ണാണ് തങ്കമണി, മുറപ്പെണ്ണ്. ഓ, അപ്പൊ കാർഗിൽ നാരായണന് കൈ കൊടുക്കേണ്ടി വരും. അതായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതേ ഇവർക്ക് തന്നെ കൈ കൊടുക്കേണ്ടി വരും ബേബിച്ചായ, ഈ തങ്കമണിക്ക്. ആ, കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ ഈ നാരായണൻ തങ്കമണി ഒന്ന് കയറി പിടിച്ചു. എന്തിന്? ആണ് പെണ്ണിനെ കയറി പിടിക്കുന്നത് എന്തിനാണെന്ന്. ഇയാൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ല എന്തിനാണെന്ന് ഇല്ലേ? നീ പറ. ഇവൾ അവനെ വെട്ടി ഓലക്കിർത്ത് നെറുകന്തര കടിച്ച് അവന്റെ ബോധം പോയി, പാവം. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മറ്റേ വകുപ്പിലൊരു കേസും കൊടുത്തു. ഏത് വകുപ്പില്? പീഡിപ്പിക്കൽ. പാവം നാരായണന് 4 കൊല്ലം തടവും. ഇവക്ക് തന്തയും തള്ളിയൊന്നുമില്ലേ? അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ബസ് ആക്സിഡന്റാ. അതിന്റെ ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ ഇവളുടെ പേരിൽ ബാങ്കിലുണ്ട്. സത്യത്തിൽ നാരായണന്റെ നോട്ടോ ആ കാശ. ഇവളെന്താ ജാതി? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ പ്രമാണം. മനസ്സിലായി. അതുമല്ലേ കുഴപ്പമില്ലാത്ത ജാതി, അഡ്ജസ്റ്റ് ചെയ്യാം. ബേജായോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തങ്കമ്മന്റെ അടുത്ത് മറ്റു പരിപാടി നടക്കട്ടോ. അത് ഞാനവിടെ കെട്ടാൻ പോവില്ലേ? അപ്പൊ പിന്നെ നടക്കുമല്ലോ. നടന്നില്ലെങ്കിൽ അതിന്റെ ആന്തരിക വശങ്ങളായിട്ടുള്ള രാഘവ മാഷ്ക്ക് എന്നാ പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ദീപച്ചന് ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പ് പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവനെ എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കും. പിന്നെ അത് വിട്ടാൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടം കൊടുക്കും. കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പൻ എന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവിടെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങാ.